ഹായ് ഡിയേഴ്സ്, നമ്മുടെ 30 ദിവസത്തെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ്സായ ജേർണി ടു സക്സസ്സിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സക്സസ് സ്റ്റോറി നമുക്ക് കേട്ടു നോക്കാം. സത്യം പറഞ്ഞാൽ ആശാ മാമിനെ പോലെ ഒരു മാമിനെ കിട്ടിയതിൽ ഒരുപാട് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു മാം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഇപ്പം മാമിൻ്റെ ക്ലാസ് എത്ര മാസമായിട്ട് അറ്റൻഡ് ചെയ്യും, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-5 മന്ത്സോളം ആയെന്ന് തോന്നുന്നു മാമിൻ്റെ ക്ലാസ് കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് എപ്പോഴും ഭയങ്കര പോസിറ്റീവ് എനർജിയിലാണ്. എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടായാൽ പോലും പുള്ളി അത് പോസിറ്റീവിലോട്ട് എനിക്ക് മാറ്റിത്തരും. പുള്ളി ഹൈ വൈബ്രേഷനിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മാമിൻ്റെ ക്ലാസ്സിൽ കയറി ഞങ്ങൾക്ക് കുറേ ഫിനാൻഷ്യൽ ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് മാറ്റം ഉണ്ടായി. ഞങ്ങൾക്കിപ്പോൾ ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി വന്നു എന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും ഇപ്പം ഞങ്ങൾ രണ്ടുപേരുടെ തീരുമാനം, ഹസ്ബൻഡ് നേരത്തെ ഞാൻ പറയുന്ന ഒന്നും കേൾക്കില്ല, ഹസ്ബൻഡ് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ക്ലാസ്സിനൊക്കെ കയറിയിട്ട് ഹസ്ബൻഡ് ഇപ്പോൾ ഞാനും കൂടെ പറയുന്നത് കേൾക്കാനും അതനുസരിച്ച് ഹസ്ബൻഡ് പറയുന്നത് ഞാനും കേൾക്കാനും അങ്ങനെ ഉള്ള ഒരു ഇതിലേക്ക് ജീവിതം ഹാപ്പിനെസ് വന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ മണി ഒരു സേവിങ്സ് ചെയ്യണമെന്നും ഞങ്ങൾ ഇങ്ങനെ അങ്ങ് ഓരോന്ന് സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ആ സേവിങ്സിനെ പറ്റി അങ്ങനെ ഒന്നും ഒരു ഇതില്ലായിരുന്നു. ഇപ്പം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്താണ്, അത് ചെയ്യുന്നതുകൊണ്ടുള്ളപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഹസ്ബൻഡ് പറയും അത് ഇപ്പം തെറ്റാണ്, ഇപ്പം അതല്ല ചെയ്യേണ്ടത്, നമുക്ക് ഇന്ന കാര്യമാണ് അത്. അപ്പം നമ്മൾ തിങ്ക് ചെയ്യും ഓക്കെ പ്രയോറിറ്റി ഏതിനാണ് നമുക്ക്. അങ്ങനെ ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാൻ മാമിൻ്റെ ഒരു ഇതോടുകൂടിയാണ് ഞങ്ങൾക്ക് സാധിച്ചത്. അതിന് മാമിന് നന്ദി, യൂണിവേഴ്സിനും നന്ദി. അതുപോലെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടാണ് ഞാൻ മാമിൻ്റെ ക്ലാസ് ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ മാമിനെ വിളിക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഹസ്ബൻഡിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും എല്ലാത്തിനും താങ്ക് യു. ഇപ്പം മാമിനോട് ഇപ്പം ഏതൊരു അവസ്ഥ വന്നാലും നമുക്ക് ഏത് പഠിപ്പിക്കുന്ന മാഡംസിനോടും ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല. പക്ഷെ മാമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മാം അതിൻ്റേതായ ഒരു അഭിപ്രായവും നമുക്ക് തരും, അതിൻ്റെ നല്ലൊരു അഡ്വൈസും തരും. അപ്പം നമുക്കതാണ് വേണ്ടത്. എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്ന പോലെ മാഡം ഞങ്ങൾക്കുണ്ട് എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. മാഡം അത് ചെയ്തും തരുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് ചോദിച്ചാലും. അപ്പം അതുകൊണ്ട് ആ പറയുന്ന സ്റ്റെപ്സുകളാണ് ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാം പറയുന്നത്. അപ്പം താങ്ക് യു.